അങ്ങനെ ഞങ്ങളും വിചാരിച്ചു എല്ലായിടത്തും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഇഫ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചു, ലെഗ് പീസ്, ബ്രസ്റ്റ് പീസ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. നമ്മളിവിടെ ഒരു ഫുൾ കോഴി എടുത്തുകൊണ്ട് നമ്മൾ കുറച്ചധികം മസാല ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സിയിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ നോർമൽ മുളക് പൊടി ഞങ്ങൾ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും എരിവ് നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി നല്ല ടേസ്റ്റിലാർക്ക് ഇഫ ചിക്കൻ കഴിക്കേണ്ടത്, നല്ലവണ്ണം കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തോ. ഉപ്പിട്ടായിരുന്നോ? ഇല്ല, ഉപ്പിട്ടില്ല. അല്ല, ഉപ്പിട്ട സ്ഥിതിക്ക് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ പീസ് ഓഫ് ചിക്കനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാരിനേറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മാരിനേറ്റ് ചെയ്യുന്ന കേട്ടോ ഞാൻ കാണുന്നത്. നല്ലവണ്ണം പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളൊരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചു. എന്നാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു മസാലയ്ക്കുള്ളിലേക്ക് കയറി ചെന്ന ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മളൊന്നും നോക്കരുത്, ബട്ടറിലിട്ട് തന്നെ ചെയ്യുക, ബിക്കോസ് ദാറ്റ് ടേസ്റ്റ് സംതിങ് ബ്യൂട്ടിഫുൾ. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്, ദ ക്രീം പ്രിപ്പറേഷൻ. അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ള, വെളുത്തുള്ളി, ഫ്രഷ് ക്രീം, പാല്, സ്ലൈസ്ഡ് ചീസ്, ഉപ്പ്, കുറച്ച് പഞ്ചസാര, വിനാഗിരിയൊക്കെ കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ക്രീം ഒന്നൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കുറച്ച് സ്ലൈസ്ഡ് ചീസും കൂടി വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഒന്ന് അടച്ചു വെക്കുക 5 minutes. അതിന് ശേഷം കാണാൻ പോകുന്നതുണ്ടല്ലോ, ദിസ് ഈസ് ട്രൈ ഇറ്റ്.